മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിലിന്റെ ബിലിമോറയിൽ നിന്ന് സൂറത്തിലേക്കുള്ള ആദ്യ ഭാഗം 2026 സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ്. അടുത്തിടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് പൂർത്തിയാകുമ്പോൾ ബിലിമോറ സൂറത്ത് റൂട്ടിലെ ഷിൻകാസൻ ട്രെയിനുകളുടെ E5 സീരീസ് ഉപയോഗിച്ച് ട്രയൽ നടത്തും. ഗുജറാത്തിൽ 250 കിലോമീറ്ററിലധികം ഗർഡറുകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ജപ്പാൻ ഗവൺമെന്റ് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയിലെ ഏക അംഗീകൃത അതിവേഗ റെയിൽ പദ്ധതിയാണ് മുംബൈ അഹമ്മദാബാദ് റൂട്ട്. ഇടനാഴിയിലെ അതിവേഗ ട്രെയിനുകൾ മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിൽ ഓടുമെന്നും 508 കിലോമീറ്റർ റൂട്ടിൽ 12 സ്റ്റേഷനുകളിൽ നിർത്തുമെന്നും പ്രവർത്തന പദ്ധതിയിൽ പറയുന്നു. ഓരോ ദിശയിലും പ്രതിദിനം 35 ട്രെയിനുകൾ മന്ത്രാലയം ആസൂത്രണം ചെയ്യുന്നു. ഇത് തിരക്കുള്ള സമയങ്ങളിൽ ഓരോ 20 മിനിറ്റിലും തിരക്കില്ലാത്ത സമയങ്ങളിൽ ഓരോ 30 മിനിറ്റിലും ഓടും. ലിമിറ്റഡ് സ്റ്റോപ്പുകളുടെ യാത്രയ്ക്ക് 1 മണിക്കൂർ 58 മിനിറ്റും എല്ലാ സ്റ്റോപ്പുകളുമൊത്ത് 2 മണിക്കൂർ 57 മിനിറ്റും എടുക്കും. MAHSR ഇടനാഴിയുടെ പ്രവർത്തന നിയന്ത്രണം സബർമതിയിലായിരിക്കും. അതിവേഗ റെയിലിന്റെ തുരങ്കം കുഴിക്കുന്ന ജോലികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ടണലിംഗ് ജോലികൾക്ക് തുടക്കമിട്ടുകൊണ്ട് വിക്രോളി ഷാഫ്റ്റിൽ ടണലിംഗ് ജോലികൾ തുടങ്ങി. എങ്കിലും 508 കിലോമീറ്റർ റൂട്ട് പൂർത്തിയാക്കുന്നതിന് കൃത്യമായ സമയക്രമം നൽകിയിട്ടില്ല. ഭൂഗർഭ തുരങ്കത്തിന്റെ ഏറ്റവും ആഴം കൂടിയത് വിക്രോളിയിലായിരിക്കും. അതിനിടെ 21 കിലോമീറ്റർ നീളമുള്ള തുരങ്കം നിർമ്മിക്കുന്നതിനായി മുംബൈയിലെ റെയിൽവേ 4 ഭൂമിയിലേക്ക് ആഴത്തിൽ കുഴിക്കാൻ തുടങ്ങി. ഭൂഗർഭ റെയിൽവേ തുരങ്കത്തിന്റെ പ്രവേശന കേന്ദ്രങ്ങളായ വിക്രോളി, താനെ, ഗാൻസോളി എന്നിവിടങ്ങളിൽ സ്ലാവിയയിലാണ് ഇപ്പോൾ പ്രവർത്തി നടക്കുന്നത്. 56 മീറ്റർ ഭൂഗർഭ തുരങ്കത്തിന്റെ ആഴമേറിയ ഭാഗം വിക്രോളിയിലായിരിക്കും. ഇതിനായി ഗോദ്രേജ് ആൻഡ് ബോയ്സ് 2023 ഫെബ്രുവരി നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന് ഭൂമി കൈമാറിയിരുന്നു. എങ്കിലും എൻട്രി പോയിന്റുകൾ തയ്യാറാക്കി ടണൽ ബോറിംഗ് മെഷീനുകൾ കൊണ്ടുവന്ന് 1 വർഷത്തിന് ശേഷം മാത്രമേ ടണലിന്റെ യഥാർത്ഥ ജോലി ആരംഭിക്കൂ. 100% പൈലിംഗ് ജോലികൾ പൂർത്തിയായെന്നും നിലവിൽ വിക്രോളിയിൽ ഖനനം നടക്കുന്നുണ്ടെന്നും NHSRCL വൃത്തങ്ങൾ അറിയിച്ചു. BKC, ഗാൻസോളി എന്നീ 2 വ്യത്യസ്ത ദിശകളിലേക്ക് 2 ടണൽ ബോറിംഗ് മെഷീനുകൾ താഴ്ത്താൻ ഷാഫ്റ്റ് ഉപയോഗിക്കും. ന്യൂസ് ഡെസ്ക് യൂടോക്ക്.